ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ക്രേസ് വ്ലോഗ്സ്. ഇറ്റ്സ് മീ മിഥുൻ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് 2021 160 NS BS6 എഡീഷനാണ് നമ്മളിത് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തൊടുപുഴ റോയൽ ബജാജ് എന്ന് പറയുന്ന ഷോറൂമിൽ നിന്നാണ് വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് അവർ തന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി, എന്നാലും നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പഴയ NS വെച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്ക് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ എൻജിൻ സ്പെക്ക് എന്ന് പറയുന്നത് 160.3 cc 4 സ്റ്റോക്ക് SOHC 4 വാൽവ് ഓയിൽ കൂൾഡ് ട്വിൻ സ്പാർക്ക് BS4 DTSI FI എൻജിൻ എന്ന് പറയുന്ന എൻജിനാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 17.2 PS അറ്റ് 9000 RPM-ലാണ്. ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 14.6 Nm ടോർക്ക് അറ്റ് 7250 RPM-ലാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതെനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കുറച്ച് കളർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഗ്ലോസി ആയിട്ടൊരു കളറാണ്. പിന്നെ ഇതിനകത്ത് മറ്റേ NS200 സെയിം തന്നെ ഡിറ്റോയാണ്, ഒരു വ്യത്യാസമില്ല. ആ കാർബൺ ഫൈബർ ഫിനിഷുണ്ട്. പിന്നെ വൈറ്റ് കൂടിയ ഒരു കളർ സ്കീമാണ് വന്നിരിക്കുന്നത്. ആ വൈറ്റ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ മേടിക്കുന്നവർ ഇപ്പോൾ അവരുടെ ഒരു ഫീൽ എന്താണ് അവർക്ക് തോന്നുന്ന ഫീലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം അവർക്ക് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്കിലെ വീലൊക്കെ അഴുക്ക് അങ്ങനെ പിടിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നമുക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിനെല്ലാവർക്കും വലിയ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ വീൽ ബേസിനൊന്നും ഒരു മാറ്റമില്ല. ഫ്രണ്ടിൽ 90 സെക്ഷൻ്റെയും ബാക്കിൽ 120 സെക്ഷൻ്റെ ടയറാണ് വരിക. പിന്നെ ഇതിന് നിങ്ങൾ സാരി കാർഡ് ശ്രദ്ധിച്ചത് ഡബിൾ സാരി കാർഡാണ്. ഇതെനിക്ക് തീരെ പേഴ്സണായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് 2 സാരി കാർഡ് വെച്ചേക്കുന്നതെന്ന് അറിയില്ല. ലേഡീസിനെ കയറ്റാനായിട്ട് അതിന് ഫുഡ് റെസ്റ്റിന് വേണ്ടി ഒരു സാരി കാർഡും പിന്നെ ഉള്ളിൽ വേറെ സാരി കാർഡ്, 2 സാരി കാർഡാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് എനിക്ക് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിൻ്റെ ക്വാളിറ്റിയെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട സമയം ബജാജ് വളരെ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്കിതിനകത്ത് കുറച്ച് ഈ ഇങ്ങനെയുള്ള ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഫുഡ് റെസ്റ്റൊക്കെ NS200 പോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. ബാക്കിലത്തെ ആ ടെയിൽ ടൈഡിയൊക്കെയാണ് ബ്ലാക്ക് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല അത്യാവശ്യം ഓരോന്നും ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സീറ്റും ആ NS200 അതേ ക്വാളിറ്റിയോടെ സീറ്റാണ് ചെയ്തിരിക്കുന്നത്. 12 ലിറ്റർ ടാങ്കാണ് ഇതിൻ്റെ കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ 160 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് കിക്ക് സ്റ്റാർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് 160 അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അഥവാ എന്തെങ്കിലും ബാറ്ററി ഡാമേജ് കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. പിന്നെ ഡിസൈനിങ് ഒക്കെ സെയിം 200 NS-ആയിട്ട് ഒരു വ്യത്യാസവുമില്ല. പിന്നെ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഈ ഗ്ലോസി ഷെയ്ഡായിട്ടോ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. 200 എപ്പോഴും ഒരു മാറ്റ് ഷെയ്ഡാണ് വരുന്നത്. NS ഇതിന് ഒരു ഗ്ലോസി ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന എഞ്ചിൻ്റെ ഒരു സ്പെക്ക് വരുന്നത്. ഓയിൽ കൂൾഡ് എഞ്ചിനാണിത്. ഈ എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ അതിൻ്റെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. കളർ സ്കീം കാണിക്കുക, പിന്നെ വണ്ടിയിൽ ഈ 2021 എഡീഷനിൽ എന്താണ് മാറ്റം വന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിക്കുക. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, എന്നാലും വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു പഴയ വേർഷൻ ചെയ്തിട്ടുണ്ട്. പുതിയ വേർഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്യാമറയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വരും. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാൻ താമസിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലായിട്ട് ആയിരുന്നു. അപ്പം അതിൻ്റെ അതാണ് ഡിലേ വന്നത്. ഇനി നമ്മൾ വീഡിയോ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ മിഥുൻ. താങ്ക് യു ഫോർ വാച്ചിങ്.